അപ്പോൾ ഇതേ ഞങ്ങൾ പട്ടാമ്പിക്കായിട്ട് പോണത് വിൻഷേട്ടൻ്റെ ഫ്രണ്ട് സജേഷ് ചേട്ടൻ്റെ കാറിലായിട്ട് പോണത്. സജേഷ് ചേട്ടനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നീളയിലേക്കായിട്ട് പോണത്. ആദ്യം നമ്മൾ വിൻഷേട്ടനെ ഒന്നും കൂടിയും കാട്ടാന്ന് വിചാരിച്ചിട്ടായിട്ട് പോണത്. അങ്ങനെ അവിടെ എത്തിയിട്ട് ഇതേ സേതുമാധവൻ ഡോക്ടറേനെ കേട്ടോ വിൻഷേട്ടനെ കാട്ടി. അങ്ങനെ വിൻഷേട്ടനെ കാട്ടിയിട്ട് നേരെ ഇതേ എന്നെ ഒന്ന് കാണിക്കാൻ പോവാട്ടോ. എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എൻ്റെ പല്ലിൻ്റെ ക്ലിപ്പ് ഇട്ടുണ്ടായിരുന്നില്ല, അത് പൊട്ടി. അത് ഞാൻ കഴുകിയപ്പോൾ ഒന്ന് പൊട്ടി. അപ്പോൾ അതൊന്നും കൂടി റെഡിയാക്കാൻ വേണ്ടിയിട്ടാട്ടോ. പക്ഷേ ഡോക്ടർ വരാൻ വൈകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ പട്ടാമ്പി TNT-ലേക്കാട്ടോ എപ്പോഴും കൂടുതൽ പോവാറ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ എപ്പോഴും പറയണ പോലെ തന്നെ ഷവായ മന്തി പറഞ്ഞിട്ട് അത് കഴിക്കാനായിട്ടിരിക്കണത്. പല്ലിൻ്റെ ക്ലിപ്പ് എന്തായാലും എനിക്ക് മാറ്റാറായിട്ടുണ്ട് കേട്ടോ, കുറേ നാളായിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ അത് ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ ക്ലിപ്പ് എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അത് പൊട്ടിയത്. ഞാൻ വല്ലാണ്ടൊന്ന് കഴുകി നോക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കമ്പി ഇട്ടു പോന്നു. അങ്ങനെ അതേ നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. പിന്നെ അത് ക്ലിപ്പ് ഇടാൻ വേറൊരു ദിവസം പോകാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞങ്ങൾ പോന്നേക്കണത്. അപ്പോൾ ഷവായ മന്തി ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് മന്തി ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോൾ അത് അവിടുന്ന് പ്രത്യേകിച്ച് ഷവായ മന്തി കിട്ടും, അതിനോടാണ് എനിക്കിപ്പോൾ കൂടുതൽ ഇഷ്ടം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരത്തെ ഗരുഡാമാളിക്ക് വിട്ടു കേട്ടോ. വേറെ ഒന്നുമല്ല, പടം തുടങ്ങണ ടൈമായിരുന്നു. അപ്പോൾ എന്തായാലും പട്ടാമ്പി വരെ എത്തിയതല്ലേ. മഴ കാരണം നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ സിനിമയ്ക്കൊക്കെ വരാൻ ഭയങ്കര ടാസ്ക് ആണല്ലോ. അപ്പോൾ എന്തായാലും വന്ന വഴിക്ക് പടം കൂടിയും കണ്ടു പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വിൻഷേട്ടനായാലും ഇരിക്കാനൊക്കെ സുഖമായിരിക്കും അവിടുത്തെ സിറ്റിംഗ് ഒക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ കണ്ട പടം സമേതം ബന്ധുമിത്രാദികളാണ് കേട്ടോ, നമ്മുടെ അനശ്വര രാജൻ്റെ ഒക്കെ. അപ്പോൾ കുഴപ്പമില്ല, കുറച്ചേശൊക്കെ നമുക്ക് ചിരിക്കാനൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ ഒന്ന് എൻ്റർടൈൻ ചെയ്തിട്ട് തന്നെയാട്ടോ പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു ചേട്ടൻ്റെ അഭിനയം. എനിക്ക് പേര് വലിയ ഓർമ്മയില്ല, പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ആളുടെ അഭിനയം. അങ്ങനെ നമ്മൾ പടമൊക്കെ കണ്ടിട്ട് നേരെ ഇറങ്ങിയിട്ട് അപ്പോൾ പോണ വഴിക്ക് ചായ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചു. കാരണം 5 മണി 5:05 കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് തന്നെ ചായ കുടിക്കാൻ ഒരു ഷോപ്പ് ഉണ്ട് എന്നൊക്കെ സജേഷ് ചേട്ടൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഇതൊരു പച്ചക്കറി കട, പലചരക്ക് കട കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ വേഗത അവിടെ ചെന്നിട്ടേക്ക് ഇങ്ങനത്തെ കടകൾ കണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വാങ്ങാനുള്ളത് ഓർമ്മ വരും. അപ്പോൾ പിന്നെ ഞാൻ 100 രൂപയ്ക്ക് വാങ്ങാനുള്ളത് 500 രൂപയ്ക്ക് വാങ്ങിയിട്ട് പോരും. അതാണ് കേട്ടോ എൻ്റെ പതിവ്. പിന്നെ ഇതേ ഇവർ എണ്ണക്കടിയും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. ഞാനിതേ കാപ്പിയാട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം കാപ്പി കുടിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇത് ചെറിയ രീതിക്ക് ഒരു മഴയും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, ചെറിയൊരു മഴയും കാപ്പിയും ഈ ഒരു എണ്ണക്കടിയൊക്കെ കൂടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്കായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ അമ്പലക്കുളമാട്ടി കാണണത്. അവിടെ പിള്ളേർ കുളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മളിത് വീട് എത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.